ഇന്ന് നമുക്ക് ഒരു പണിയും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ വേണ്ടി പോയാലോ എയർപോർട്ടിൽ. അപ്പോൾ ഫ്ലൈയിങ് അല്ലാതെ ക്യാബിൻ ക്രൂ ചെയ്യുന്നൊരു ഡ്യൂട്ടിയുടെ പേരാണ് സ്റ്റാൻഡ് ബൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ എയർപോർട്ട് സ്റ്റാൻഡ് ബൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെയും കൂടി കൊണ്ടുപോകാമെന്ന് കരുതി. സ്റ്റാൻഡ് ബൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കപ്പിൾ ഓഫ് അവേഴ്സ് എയർപോർട്ടിൽ റെഡി ആയിട്ടും ഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടും ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രൂ ലാസ്റ്റ് മിനിറ്റ് എമർജൻസിയോ സിക്കോ എന്തെങ്കിലും കാരണം കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ബാക്കപ്പ് ആയിട്ടാണ് നമ്മളിരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുൾ ഔട്ട് ആവുന്നത് ഇഷ്ടമല്ല. കാരണം നമ്മൾ ഏത് ഫ്ലൈറ്റ് ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക, എവിടെ ആയിരിക്കും പോവുക, ഇതൊന്നും നമുക്കറിയാനേ പറ്റില്ല. അതൊക്കെ ഒരു സർപ്രൈസ് ആയിരിക്കും. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു 4 hours സ്റ്റാൻഡ് ബൈ ആണ്. ഇത് വളരെ ചെറിയ സ്റ്റാൻഡ് ബൈ ആണ്. 6 hours വരെയൊക്കെയുള്ള സ്റ്റാൻഡ് ബൈ ഉണ്ട്. അതുകൂടാതെ ഹോം സ്റ്റാൻഡ് ബൈ ഉണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം, പാട്ട് കേൾക്കാം, സിനിമ കാണാം, എന്ത് വേണമെങ്കിലും അതൊക്കെ ചെയ്യാം, ഉറങ്ങുന്നതൊഴിച്ചു. അപ്പോൾ എൻ്റെ സ്റ്റാൻഡ് ബൈ കഴിഞ്ഞു. ഫ്ലൈറ്റ് ഇടാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.